ജെയിൻ എത്രയോ മണിക്കൂറുകളായി ആ കിണറ്റിൽ കിടക്കുന്നു ആ കുട്ടിയാന. രക്ഷാദൗത്യം അത് മയക്കുവെടി വെക്കാൻ ആണോ ഇപ്പോൾ തീരുമാനം? അതല്ലാതെയുള്ള ശ്രമങ്ങൾ നിർത്തിയോ? അക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ജനപ്രതിനിധികളടക്കം വന്ന് നൽകി പ്രദേശത്തുള്ള ആളുകൾക്ക് നൽകിയ ഉറപ്പ് എന്ന് പറയുന്നത് മയക്കുവെടി വെക്കാം എന്നുള്ളത് തന്നെയായിരുന്നു. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ആനയെ കരയ്ക്ക് കയറ്റുന്നതിൻ്റെ ആദ്യഘട്ട നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഈ കിണറിൻ്റെ ഭാഗത്തേക്ക് ഒരു വഴി തെളിച്ച് അതോടൊപ്പം തന്നെ JCB ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം എന്താണ് എന്നുള്ളതാണ്. സാധാരണ മയക്കുവെടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ മുന്നൊരുക്കങ്ങളൊന്നും ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു ഒരുക്കത്തിലേക്ക് പോകുമോ എന്ന കാര്യത്തിൽ അതുകൊണ്ട് തന്നെ വ്യക്തതയില്ല. ഇപ്പോൾ JCB അവിടെ എത്തിച്ച് ഏതാണ്ട് അരമണിക്കൂറിലധികമായിരിക്കുന്നു. ഇനിയിപ്പോൾ മയക്കുവെടി വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു ക്രെയിൻ എത്തിക്കണം. ക്രെയിൻ എത്തിച്ചിട്ട് വേണം കിണറ്റിൽ നിന്ന് ആനയെ പുറത്തേക്ക് എടുക്കാൻ. മയക്കുവെടി വെച്ച് കിണറ്റിൽ വെച്ച് തന്നെ മയക്കുവെടി വെക്കണം. അതോടൊപ്പം തന്നെ കിണറ്റിലുള്ള വെള്ളം പൂർണ്ണമായും വറ്റിച്ച് മാറ്റുകയും വേണം. അപ്പോൾ അത്തരം നടപടികളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. പകരം JCB മാത്രമാണ് സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നത്. ആനയെ കൊണ്ടുപോകുന്നതിനുള്ള ലോറി അത് സമീപത്ത് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കിണറിൻ്റെ ഭാഗത്തേക്ക് ആ ലോറി ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഈ കിണറിൻ്റെ ലോറി എത്തിച്ച് ക്രെയിനും കൂടി എത്തിച്ചാൽ മാത്രമേ നമുക്ക് മയക്കുവെടി വെക്കാൻ പോവുകയാണ് എന്ന് പൂർണ്ണമായും ഉറപ്പിച്ച് പറയാൻ കഴിയൂ. എന്തായാലും ഇപ്പോൾ പ്രധാനപ്പെട്ട വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഉള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. പെരുമ്പാവൂർ ACP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിലെ 4 വാർഡുകളിൽ ഇതിനകം തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. നേരത്തെ നമ്മൾ ഇവിടെ വരുമ്പോൾ 100-150 ആളുകൾ, പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഇവിടെ തടിച്ചു കൂടി നിൽക്കുകയും അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ആനയെ മയക്കുവെടി വെക്കാം എന്നൊരു നിലപാടിലേക്ക് ഈ വനംവകുപ്പും അതോടൊപ്പം തന്നെ പോലീസും ഒക്കെ എത്തിയത്. അപ്പോൾ ആ ഉറപ്പ് ഒരു മിനിറ്റ്സായി തന്നെ ആളുകൾക്ക് എഴുതി നൽകുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. ആ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്ന് ആളുകൾ മടങ്ങിപ്പോയത്. ആ മടങ്ങിപ്പോയതിന് ശേഷം ഇവിടുന്ന് ACP പോയി ഈ പ്രദേശത്തെ മറ്റ് ഗതാഗതമടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കിണറ്റിൽ കിടക്കുകയാണ്. അതിന്റെ മതിലിന്റെ ഒരു വശമൊക്കെ ഇടിഞ്ഞ് അതിന്റെ മേല് വീണിട്ടുണ്ട്. പരിക്കുകളുണ്ട് ശരീരത്തിൽ. അപ്പോൾ ആരോഗ്യം ക്ഷീണിച്ച അവസ്ഥയിലാണ് കുട്ടിയാനയുടെ. അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണോ മയക്കുവെടി എന്നുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ ചിന്തിക്കുന്നത്? ആന ഏതാണ്ട് 10-15 മണിക്കൂറിലധികമായി കിണറ്റിൽ വീണിട്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ആന പുറത്തേക്ക് ഇറങ്ങാൻ അതിൻ്റെ പരമാവധി ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ കിണറിൻ്റെ ഒരു വശം അത് കിണർ നിർമ്മിച്ചപ്പോൾ അതിലൂടെ മണ്ണ് നടന്നു കയറ്റിയ ഒരു ഭാഗമാണ്. അപ്പോൾ അവിടെ ഒരു ചാല് പോലെ ഉണ്ടായിരുന്നു. ആ ചാലാണ് ആന ഇടിച്ച് കിണറ്റിലേക്ക് ഇട്ടിരിക്കുന്നത്. ഈ ഇടിക്കുന്നതിനിടയിൽ ആനയുടെ ദേഹത്ത് പരിക്കേറ്റിട്ടുണ്ട്. അതിൻ്റെ മസ്തകത്തിൽ 2ഇടത്തായി മുറിവുകളുണ്ട്. അതോടൊപ്പം തന്നെ കഴുത്തിൻ്റെ പിൻവശത്തും മുറിവേറ്റിട്ടുണ്ട്. പക്ഷേ ആനയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് വിലയിരുത്തുന്നത്. വെള്ളത്തിലാണ് കിടക്കുന്നത് കൊണ്ട് തന്നെ അത് മറ്റേതെങ്കിലും ഈ ചൂടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ആന ആഹാരം കഴിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ചക്കയും അതോടൊപ്പം തന്നെ മറ്റ് ഈ മടലുമൊക്കെ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആന ആഹാരം കഴിക്കുന്നുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ആനയെ പുറത്തേക്ക് എത്തിക്കുന്നത് നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആനയുടെ ആരോഗ്യം പരിശോധിക്കുന്നതിൻ്റെ ഭാഗം കൂടിയിട്ടാണ് അതിന് തീറ്റ നൽകുന്നത്. തീറ്റ എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. തീറ്റ എടുക്കുന്നുണ്ടെങ്കിൽ അത് ആരോഗ്യവാനാണ് എന്നാണ് വിലയിരുത്തുന്നത്. എന്തായാലും ചക്കയും അതോടൊപ്പം തന്നെ ഈ തെങ്ങിൻ്റെ മടലും ഒക്കെ കിണറിൻ്റെ സമീപത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കിണറിലെ വെള്ളം പറ്റിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പൂർണ്ണമായും മയക്കുവെടിയിൽ വെക്കുകയാണെന്ന് പറയാൻ കഴിയില്ല. പകരം ഒരുപക്ഷെ ആ ആന ഇടിച്ച ഭാഗത്ത് തന്നെ കൂടുതൽ വിസ്തൃതമാക്കിയതിന് ശേഷം ആനയെ പുറത്തേക്ക് കയറ്റി അത് വന്ന വഴിയിലൂടെ തന്നെ അതിനെ മടക്കി അയക്കാനുള്ള ഒരു ശ്രമമായിരിക്കാം ഒരുപക്ഷെ നടക്കാൻ പോകുന്നത് എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ. അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ക്രെയിനെങ്കിലും ഇവിടെ എത്തിക്കേണ്ടിയിരുന്നു. ഇതുവരെ അത് എത്തിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് അല്പം കൂടി കാത്തിരിക്കാം എന്താണ് ഈ ഉദ്യോഗസ്ഥർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. എന്തായാലും ആളുകൾക്ക് നൽകിയ കുട്ടിയാന സ്വയം പുറത്തേക്ക് വന്നേക്കും ആ രീതിയിലും പറഞ്ഞു കേട്ടിരുന്നു. അതോടൊപ്പം തന്നെ ആദ്യം ഈ രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സമായി നിന്നത് കൃഷിഭൂമിയാണ്. JCB മണ്ണുമാന്തി യന്ത്രമൊക്കെ വന്നാൽ ആ കൃഷിഭൂമി നശിക്കുമെന്ന് പറഞ്ഞ് ഈ സ്ഥലത്തിന്റെ ഉടമയായിരുന്നു. ഇപ്പൊ അദ്ദേഹം നിലപാട് മാറ്റിയോ പൂർണ്ണമായും?
ഈ സ്ഥലത്തിൻ്റെ ഉടമയ്ക്ക് മറ്റ് പ്രശ്നങ്ങളില്ല. അദ്ദേഹത്തിന് ആ കിണർ ഏതാണ്ട് 20ഓളം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കിണറാണ്. ആ കിണർ പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കണം എന്നുള്ള ഒരാവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. വലിയ കുടിവെള്ളക്ഷാമം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. നമുക്കിവിടെ നിൽക്കുമ്പോൾ അറിയാം, സമീപത്തുള്ള ഈ കുടിവെള്ള പൈപ്പുകളൊക്കെ ഉണ്ടെങ്കിലും ക്ലോറിൻ കലർന്ന വെള്ള നിറത്തിലുള്ള പതഞ്ഞ വെള്ളമാണ് ആ പൈപ്പുകളിലൂടെയൊക്കെ വരുന്നത്. കുടിവെള്ളത്തിന് അത് ഉപയോഗിക്കാൻ കഴിയില്ല. കുടിവെള്ളത്തിന് ഈ പ്രദേശത്തുള്ള ആളുകൾ ആശ്രയിച്ചിരുന്നത് ഇവിടെയുള്ള ഈ കിണറിനെയായിരുന്നു. 20ഓളം കുടുംബങ്ങൾ, അതിനകത്ത് അത്യാവശ്യം നല്ല വെള്ളവുമുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം കുടിവെള്ളമായി ഉപയോഗിച്ചിരുന്ന ഒരു കിണറാണ്. അപ്പോൾ അത് പുനർനിർമ്മിക്കണം എന്നൊരാവശ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വെച്ചത്. അത് ഒരു ഘട്ടത്തിൽ അംഗീകരിച്ച് അത്തരത്തിൽ അത് പുനർനിർമ്മിക്കാമെന്നും മറ്റ് നാശനഷ്ടങ്ങൾ ഈ സമീപത്തുള്ള ഒരു പറമ്പിലൂടെയാണ് ഈ വഴി വെട്ടിയിരിക്കുന്നത്. ആ വഴി വെട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് 1-2 റബ്ബർ തൈകൾ അവിടെ നിന്ന് നഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ 1-2 ചെറിയ മരങ്ങളും മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം നഷ്ടങ്ങളെല്ലാം നികത്താം എന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് JCB എത്തിച്ചിരിക്കുന്നത്. കിണറിന് സമീപത്ത് വരെ JCB എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അല്പം മുമ്പ് കിണറ്റിൻ്റെ അകത്ത് നിന്ന് ആന ശബ്ദം കേൾക്കാൻ കഴിയുമായിരുന്നു. അതായത് ആനയ്ക്കിപ്പോൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ചക്ക ആ കിണറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴിക്കുന്നുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും കഴിഞ്ഞ 10-12 മണിക്കൂറായി ആഹാരം കഴിക്കാതിരിക്കുന്ന ഒരു ആനയാണ്. അത് എത്രത്തോളം ആരോഗ്യവാനാണ് എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. ആ കാര്യം കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും എന്താണ് അടുത്ത ഘട്ടം എന്നതിലേക്ക് മനസ്സിലാക്കാൻ കഴിയൂ. എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. അത് മയക്കുവെടി വെക്കുകയാണോ അല്ലെങ്കിൽ ആനയെ കിണറിടിച്ച് കയറ്റി വിടാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് ആ കാര്യം ഉറപ്പിക്കാൻ കഴിയും. ശരി, എന്തായാലും ആനയെ കരയ്ക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. JCB അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്, രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മയക്കുവെടി വയ്ക്കാനുള്ള കാര്യത്തിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. അതല്ലാതെ മറ്റു മാർഗങ്ങൾ ഒരു പക്ഷേ ശ്രമിക്കുകയാണ് എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ജയൻ, ഒരു കാര്യം കൂടി, ഇപ്പോൾ പുറത്തെത്തിച്ചാൽ ഈ കുട്ടിയാനയെ എവിടെ വിടാനാണ് ആലോചിക്കുന്നത്? മയക്കുവെടി വെക്കുകയാണെങ്കിൽ അതിനെ മലയാറ്റൂർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ഭാഗത്ത് അധികം ജനവാസ മേഖലയില്ലാത്ത കുറച്ചുകൂടി ഉൾവനത്തിൽ കയറ്റിവിടാം എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഒരു തീരുമാനം. മയക്കുവെടി വെക്കാതെ ആനയെ കിണറിൽ നിന്ന് സാധാരണ ചെയ്യുന്ന പോലെ കിണറ്റിൽ നിന്ന് കയറ്റിവിടാനാണെങ്കിൽ അത് വന്നു വഴി പോകാനുള്ള ഒരു ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്ത് ആന, അതായത് ഇപ്പോൾ JCB ഒക്കെ നിൽക്കുന്ന ആ ഭാഗത്ത് കിണറിടിച്ച് അതിൻ്റെ ഒരു വശത്ത് തീയിട്ട് അങ്ങോട്ട് ജനവാസ മേഖലയിലേക്ക് ആന പോകാതിരിക്കുന്ന ആ ഭാഗത്ത് തീയിടാനൊക്കെയുള്ള ക്രമീകരണങ്ങൾ ആ ഭാഗത്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഈ JCB കിടക്കുന്നതിൻ്റെ നേരെ എതിർ ദിശയിലേക്ക് ആനയെ ഓടിക്കുക എന്നുള്ളതാണ് മറ്റൊരു പദ്ധതി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് 2-3 കിലോമീറ്റർ ആ ഭാഗത്തു നിന്നാണ് ആന വന്നത്. അപ്പോൾ ആന സ്വമേധയെ ആ ഭാഗത്തേക്ക് പോയി കാട്ടിലേക്ക് കയറി പോകും എന്നൊരു വിലയിരുത്തലാണുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ആനയ്ക്ക് തീറ്റ കൊടുത്തിരുന്നു, പക്ഷേ പനമ്പട്ടിയൊന്നും അത് കഴിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് തിരിച്ച് വീണ്ടും കിണറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട്. അപ്പം ആനയെ എങ്ങനെയാണ് അവരുടെ മാസ്റ്റർ പ്ലാൻ എന്നുള്ള ഒരു കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. എന്തായാലും നമുക്കൊരു 50% ഉറപ്പിക്കാൻ കഴിയുന്നത് ആനയെ മയക്കുവെടി വെക്കാതെ കരയിൽ കയറ്റിവിടാനാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. എനിക്കറിയില്ല, അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ ജയിലിന് അവിടെയുള്ള ആളുകൾ ഇപ്പം രാവിലെ മുതൽ തന്നെ കുറെ ആളുകളൊക്കെ ഇത് കാണാൻ വേണ്ടിയൊക്കെ വരുന്നുണ്ടായിരുന്നു. ആരുടെങ്കിലൊക്കെ സംസാരിക്കാൻ കഴിയുമോ? ആരുടെങ്കിലും പ്രതികരണം കിട്ടുമോ ഈ സമയത്ത് അവിടെ? ഈ സമയത്ത് നമുക്ക് കിട്ടില്ല. കാരണം ഇവിടെ 144 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ആളുകൾ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഇവിടെ നിന്ന് മാറ്റി. ഇവിടെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ പ്രദേശത്ത് നിൽക്കുന്നത്. മറ്റുള്ള ആളുകളോട് 144 പ്രഖ്യാപിച്ച ഉടൻ തന്നെ ഇവിടെ നിന്ന് മാറണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ എത്തിയിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ അതോടൊപ്പം തന്നെ മറ്റ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമാണ് ഇപ്പോൾ ഈ സ്ഥലത്ത് ഉള്ളത്. ഒരുപക്ഷെ ഈ രക്ഷാപ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ ആളുകൾ, പ്രത്യേകിച്ച് ഈ ജനപ്രതിനിധികളടക്കം ഇവിടെയുള്ള നാട്ടുകാർക്ക് ഒരു ഉറപ്പ് കൊടുത്തതാണ് മയക്കുവെടി വെച്ച് ഈ ആനയെ ഇവിടെ നിന്ന് മാറ്റും എന്നുള്ളത്. സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം നാട്ടുകാർ പറയാൻ കാരണം ഈ കുട്ടിക്കൊമ്പൻ പലപ്പോഴും ഈ ജനവാസ മേഖലയിൽ എത്തുകയും ഇവിടെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു ആനയാണ് എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ ഈ വെട്ടമടിക്കുമ്പോൾ തന്നെ അത് ആ വെട്ടമടിക്കുന്ന ദൃശ്യത്തിൽ അല്ലെങ്കിൽ ആ ലൈറ്റിന് നേരെ പാഞ്ഞു വരുന്ന ഒരു സ്വഭാവം ഉള്ള ഒരു
ആനയാണ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി പ്രായമാകുമ്പോൾ കൂടുതൽ അക്രമാസക്തനാകുമെന്നും അത് മനുഷ്യജീവന് ഭീഷണിയാണ് എന്നും ഭയപ്പെട്ടുകൊണ്ടാണ് ആളുകൾ ആവശ്യപ്പെട്ടത് ഈ ആനയെ ഇവിടെ നിന്ന് മയക്കുവെടി വെച്ച് കൊണ്ടുപോകണം. ആ ഒരു ഉറപ്പ് ഒരു ഘട്ടത്തിൽ നൽകിയതാണ്. മാധ്യമപ്രവർത്തകരോടക്കം DFOയും അതോടൊപ്പം തന്നെ കോതമംഗലം MLAയും അടക്കമുള്ളവർ അക്കാര്യത്തിൽ അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞതാണ്. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ നമുക്കിപ്പോൾ അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. കാരണം ആനയെ മയക്കുവെടി വെക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില ക്രമീകരണങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. ഈ ഘട്ടം വരെ അത് ചെയ്തിട്ടില്ല.